നമസ്കാരം. വ്യവസായം ശ്രീനാരായണീയ പ്രസ്ഥാനങ്ങളുടെ രക്ഷാധികാരിയുമായ ഗോകുലം ഗോപാലനെതിരെ വെള്ളാപ്പള്ളി നടേശന്റെ മകനും BDJS നേതാവുമായ തുഷാർ വെള്ളാപ്പള്ളി നടത്തുന്ന അപവാദ പ്രചരണങ്ങൾക്കെതിരെ ശ്രീനാരായണയ്യ സമൂഹത്തിൽ തന്നെ അമർഷം പുകയുന്നു. യാതൊരു തെളിവുകളുമില്ലാതെ നിരന്തരം ആരോപണങ്ങൾ ഉന്നയിച്ച് വ്യക്തിഹത്യ നടത്താൻ ശ്രമിക്കുന്ന തുഷാർ വെള്ളാപ്പള്ളിക്ക് തന്റേടമുണ്ടെങ്കിൽ ആരോപണങ്ങൾ തെളിയിക്കണമെന്നും അതിന് കഴിഞ്ഞാൽ 1 കോടി രൂപ പാരിതോഷികം നൽകുമെന്നുള്ള ഗോകുലം ഗോപാലന്റെ വെല്ലുവിളി ഏറ്റെടുക്കാൻ എന്തുകൊണ്ടാണ് മടി കാണിക്കുന്നതെന്ന ചോദ്യം ശക്തമാകുന്നു. മുൻ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ സാന്നിധ്യത്തിൽ നടന്ന പൊതുവേദിയിലായിരുന്നു ഗോകുലം ഗോപാലൻ 1 കോടി രൂപയുടെ ഈ പരസ്യ വെല്ലുവിളി പ്രഖ്യാപിച്ചത്. ആരോപണങ്ങൾ തെളിയിക്കുന്നതിനുള്ള രേഖകളും തെളിവുകളും പുറത്തു വിടണമെന്നും അല്ലാത്തപക്ഷം പൊതുസമൂഹത്തോട് പരസ്യമായി മാപ്പു പറയണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഈ വെല്ലുവിളിക്ക് മറുപടി പറയാനോ തെളിവുകൾ നിരത്താനോ കഴിയാതെ ഏതെങ്കിലും മുറിയുടെ മൂലയിലിരുന്ന് സോഷ്യൽ മീഡിയ വഴി വ്യാജ പ്രചരണം നടത്തുകയാണ് തുഷാർ ചെയ്യുന്നതെന്ന് മാധ്യമപ്രവർത്തകനും ശ്രീനാരായണ പ്രവർത്തകനുമായ RC രാജീവ് ദാസ് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ തുറന്നടിച്ചു. മതജാതി ചിന്തകൾക്കതീതമായി പൊതുസമൂഹം ബഹുമാനിക്കുന്ന ഗോകുലം ഗോപാലന്റെ ജീവിതം ഒരു തുറന്ന പുസ്തകമാണെന്ന് പോസ്റ്റിൽ വ്യക്തമാക്കുന്നു. വെള്ളാപ്പള്ളിയും കുടുംബവും പതിറ്റാണ്ടുകളായി കള്ളപ്പരാതികളിലൂടെയും വ്യാജ മേൽവിലാസങ്ങളിലൂടെയും ഗോകുലം ഗോപാലനെ വേട്ടയാടാൻ ശ്രമിക്കുകയാണ്. ഇതെല്ലാം പരാജയപ്പെട്ടപ്പോഴാണ് ഇപ്പോൾ തെളിവുകളില്ലാത്ത നുണപ്രചരണങ്ങളുമായി രംഗത്തിറങ്ങിയിരിക്കുന്നത്. നല്ല പിള്ള ചമയുന്ന തുഷാറിന്റെ കഴിഞ്ഞകാല ചരിത്രങ്ങളും ക്രൂരകൃത്യങ്ങളും പൊതുവേദിയിൽ പറയാത്തത് മാന്യതയും മര്യാദയും കൊണ്ട് മാത്രമാണെന്നും മറുപക്ഷവും ഇതേ നാണയത്തിൽ തിരിച്ചടിച്ചാൽ താങ്ങാൻ തുഷാറിന് കഴിയില്ലെന്നും മുന്നറിയിപ്പുണ്ട്. ശ്രീനാരായണ പ്രസ്ഥാനങ്ങളുടെ കീഴിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ തകർച്ചയിൽ നിന്നും ജപ്തിയിൽ നിന്നും രക്ഷിച്ച ചരിത്രമാണ് ഗോകുലം ഗോപാലന്റേതെന്ന് RC രാജീവ് ദാസ് വെളിപ്പെടുത്തുന്നു. മാവേലിക്കര എഞ്ചിനീയറിംഗ് കോളേജ് ജപ്തിയുടെ വക്കിലെത്തിയപ്പോൾ 16 കോടി രൂപ ചെലവഴിച്ചാണ് അദ്ദേഹം സ്ഥാപനത്തെ കരകയറ്റിയത്. തുടർന്ന് സ്കൂൾ നിർമ്മാണത്തിനായി 15 കോടി രൂപയും മറ്റ് ബാധ്യതകൾ തീർക്കാനായി 5 കോടി രൂപയും ഉൾപ്പെടെ ഏകദേശം 35 കോടി രൂപയാണ് ഗോകുലം ഗോപാലൻ സ്വന്തം കയ്യിൽ നിന്ന് ചെലവഴിച്ചത്. സമാനമായ രീതിയിലാണ് പാലായിലെ സ്ഥാപനവും. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലായപ്പോൾ ഗോകുലം ഗോപാലൻ സാമ്പത്തിക സഹായവുമായി എത്തിയതെന്ന് പാല സന്തോഷ് അടക്കമുള്ളവർ സാക്ഷ്യപ്പെടുത്തുന്നു. ഇത്തരത്തിൽ സ്വന്തം പണം ചെലവഴിച്ച സ്ഥാപനങ്ങളെ ലോകോത്തര നിലവാരത്തിലേക്ക് ഉയർത്തിയ ഗോകുലം ഗോപാലനെ പിന്നീട് അവിടെ നിന്ന് ഒഴിവാക്കാനുള്ള ഗൂഢതന്ത്രത്തിന്റെ ഭാഗമായിട്ടാണ് വെള്ളാപ്പള്ളി കുടുംബവും തുഷാറും അപവാദ പ്രചരണങ്ങൾ അഴിച്ചുവിടുന്നത്. കഴിഞ്ഞ 30 വർഷമായി SNDP എസൻസ് ട്രസ്റ്റ് സ്ഥാപനങ്ങളിൽ നടന്നിട്ടുള്ള ആയിരക്കണക്കിന് കോടികളുടെ നിയമന തട്ടിപ്പുകളും സാമ്പത്തിക ക്രമക്കേടുകളും സംബന്ധിച്ച് നിരവധി കേസുകളാണ് വിചാരണ കോടതികളിൽ നിലനിൽക്കുന്നത്. ഈ കേസുകളിലെല്ലാം തന്നെ കോടതിയിൽ നിന്നും തുഷാർ വെള്ളാപ്പള്ളിക്കും പിതാവ് വെള്ളാപ്പള്ളി നടേശനുമെതിരെ തിരിച്ചടിയുണ്ടാകുമെന്ന തിരിച്ചറിവും ഭയവുമാണ് ഇപ്പോൾ കാണിക്കുന്ന ഈ കോപ്രായങ്ങൾക്കും വെപ്രാളത്തിനും പിന്നിലെന്നും ആരോപിക്കപ്പെടുന്നു. തങ്ങൾക്കെതിരെ സംസാരിക്കുന്നവരെയും നിലപാടെടുക്കുന്നവരെയും അപായപ്പെടുത്താനോ അപവാദങ്ങളിൽ കൊടുക്കാനോ സൈബർ ഗുണ്ടകളെ വിട്ട് ഭീഷണിപ്പെടുത്താനോ മാത്രമാണ് തുഷാറിന് അറിയുന്നത്. നേരായ മാർഗത്തിൽ പ്രതികരിക്കാൻ ആർജവമില്ലാത്തത്ര വ്യക്തിത്വമാണ് അദ്ദേഹത്തിൻ്റേത്. ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ അതിന് തുല്യമായ ഉത്തരവാദിത്തം കൂടി പൊതുപ്രവർത്തകർ കാണിക്കണമെന്നും ഉണ്ടയില്ല വെടിവെച്ച് കയ്യടി നേടുന്നതല്ല ധൈര്യമെന്നും പോസ്റ്റിൽ ചൂണ്ടിക്കാണിക്കുന്നു.